السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. അവിടെയാണ് സൂറത്തുൽ കാഫിൽ നമ്മൾ എത്തിയത്. വിശ്വാസം ഉൾക്കൊള്ളുകയും സാലിഹായ അമലുകളിൽ നിരതരാവുകയും ചെയ്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. അന്നലഹും അജ്റൻ ഹസന, അവർക്ക് മഹത്തായ പ്രതിഫലങ്ങളുണ്ട്. എത്രയാണ് എന്ന് അതിര് വെക്കാൻ കഴിയാത്ത വിധം മഹത്തായ വമ്പിച്ച, നമ്മൾ സാധാരണ ലോട്ടറിയിലൊക്കെ പറഞ്ഞല്ലോ വമ്പിച്ച ആ വമ്പിച്ച ഇവിടെയുള്ളത് മാകിസീന ഫീഹി അബദാ. ആ പ്രതിഫല സ്വർഗീയ രാജ്യത്ത് അവർ എന്നെന്നും നിലനിൽക്കുന്നവരാണ്. അതിൻ്റെ ധാരാളം അമലുകൾ പെരുപ്പിക്കേണ്ട ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഇന്നത്തെ ജുമുഅന്റെ ശേഷമുള്ള സംസാരവും പുതുവത്സരത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആയത്തുമായി ചേർത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില അമലുകൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും, അതൊരു തത്വമാണ്. സഹീഹ് ബുഖാരിയുടെ സുപ്രധാനമായ പ്രൗഢ ശറഹാണ് ഫത്ഹുൽ ബാരി എന്ന കിതാബ്. അത് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു മോമൊക്കെ ഉണ്ട്, അയാള് ഗൾഫിൽ നിന്ന് അയച്ചെന്ന. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അതിൽ കാണാം, തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. തുടക്കത്തിലെ നന്മകൾ ഒടുക്കം നന്നാവും എന്നതിൻ്റെ അഡ്രസ്സാണ്. ഇത് തുടക്കാണ്. ഇത് കൊളായാൽ ഒടുക്കം കൊളാവും. അതിനാണ് ഇപ്പൊ ഈ സംഗതി ഉണർത്തേണ്ടി വന്നത്. അതുകൊണ്ട് പരമാവധി, പ്രത്യേകിച്ച് മുഹറമിലെ പ്രഥമ 10 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. അതെങ്ങാനും ഫസാദായാൽ ആഖിറം ഫസാദായി പോകും. ഇന്ന് ഫസാദാവാനൊന്നും വേണ്ട. ഇന്നത്തെ ലോകം നമുക്കറിയാലോ, എന്താ കുട്ടികളുടെയൊക്കെ അവസ്ഥ. എല്ലാം മറന്നുകൊണ്ടുള്ള തിമിർപ്പും കാട്ടിക്കൂട്ടലുമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിലേ ഉള്ളൂ ഇത്ര വലിയ ഭ്രാന്ത്. കേരളത്തിൽ എല്ലായിടത്തും ഇല്ല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ. കട്ടൗട്ടിനൊക്കെ വേണ്ടി, അതിലെ ഫോട്ടോസിന് വേണ്ടി, രൂപങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പെയിന്റും പൊടികളൊക്കെ അരിപ്പൊടി ആയിരുന്നെങ്കിൽ കോടികളായ പാവങ്ങളുടെ വിശപ്പകറ്റായിരുന്നു. അത് അരിപ്പൊടി ആയിരുന്നെങ്കിൽ തറ വലിയ സംഖ്യകളാണ് ചെലവഴിക്കുന്നത്. എല്ലാം ഇതിന്റെ ആരാധകരായി മാറി. ആരാധകർ ഒന്ന് പന്ത് തട്ടിക്കൂടാ, കളിച്ചുകൂടാ, നോക്കിക്കൂടാ എന്നൊന്നല്ല ഈ പറയണത്. അങ്ങനെ പറഞ്ഞു എന്ന് കരുതരുത്. അതൊക്കെ ശരീരത്തിന്റെ ആയാസത്തിന് വേണ്ടി ചിലപ്പോൾ ആവശ്യമാണ്. അല്ല, ആവശ്യം തന്നെയാണ് അതൊക്കെ. പക്ഷെ അതിനായിട്ട് ജീവിതം മാറ്റിവെക്കുക, ജീവിതം കളിക്കുക എന്നുള്ളിടത്തേക്ക് വരിക, അതാ അപകട. ജീവിതം എന്നാൽ കളി, അതാ അപകട. എന്തും പരിധി വിട്ട അപകടല്ലേ. ഭക്ഷണം കഴിക്കൽ ആവശ്യമാണ്, പക്ഷെ തുടങ്ങിയിട്ട് നിർത്തുന്നില്ലെങ്കിൽ സോക്കടല്ലേ. ആർക്കാ അറിയാത്ത അത്? ഭക്ഷണം കഴിക്കണതിനെതിരെ പ്രസംഗിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പം ഭക്ഷണം കഴിക്കൽ തുടങ്ങി നിർത്തുന്നില്ല. പിന്നെ അതിന്റെ പരിപാടികൾ, അതിന്റെ കട്ടൗട്ടും ഫ്ലക്സും അതിന്റെ ഓട്ടൊക്കെ ആണെങ്കിൽ അതൊരു പിരാന്തല്ലേ. മനുഷ്യനാകുമ്പോ ജീവിതത്തിൽ ചിരിക്കും, പക്ഷെ ചിരി തുടങ്ങിയിട്ട് നിർത്തിയില്ലെങ്കിലോ അതിന് പിരാന്ത് എന്നല്ല. അതിനർത്ഥം ചിരിക്കരുതെന്ന് മൂലയിൽ പറഞ്ഞിരിക്കണമെന്നല്ലല്ലോ. മനുഷ്യനാകുമ്പോ വിവാഹം കഴിക്കും, അത് ആവശ്യമാണ്. പക്ഷെ പെണ്ണെട്ടാൻ തുടങ്ങിയിട്ട് നിർത്തുന്നില്ല. ആണ്ട് കല്യാണം, എല്ലാ കൊല്ലം കല്യാണം, അതിന് പിരാന്ത് എന്നല്ല പറയും. ഏതും പരിധി വിട്ട പിരാന്തല്ലേന്ന്. അപ്പൊ നമ്മൾ കളിക്കെതിരെ പ്രസംഗിച്ചു എന്ന് പറയരുത്. നമ്മളെ മുത്താലിമ്യങ്ങളും കളിക്കുന്ന ആൾക്കാരെ അസറുമാരവിന്റെ അടിയിൽ. പക്ഷെ കളിയാണ് ജീവിതം എന്ന് മനസ്സിലാക്കരുത്. അത് ഭ്രാന്താവരുത്, പരിധി വിടരുത്. നമ്മളെ കുട്ടികളോടൊക്കെ നന്നായിട്ട് വിളിച്ച് ഉപദേശിച്ചു കൊടുക്കണമൊക്കെ. ഇന്ന് മൊബൈൽ അങ്ങോട്ട് തുറന്നിട്ട് തന്നെയാണ് തലയിൽ.
സുജൂദിലും മെസ്സി, റുക്കോയിലും മെസ്സി. ഈ പേര് കേൾക്കുമ്പോ കുട്ടികളെ മുഖത്തൊക്കെ ഒരു പ്രസന്നഭാവം ഉണ്ടാവും. ഓരോരു ദുരിതാശ്വാസ ഫണ്ടിന്ന് വല്ലതും കിട്ടിയമായിരിക്കും. മെസ്സി എന്നാണ് കേട്ടാൽ മെസ്സിൽ പങ്കെടുക്കണമായിരിക്കും. മെസ്സ് ഇതൊക്കെ നമ്മളെ കുട്ടികളോട് പറയണം. കുട്ടികളുടെ ശ്രദ്ധയൊക്കെ പോകും. തലച്ചോറ് ആഖിറത്ത് കിട്ടൂല, തലച്ചോറ് മുത്തുനബിയിലേക്ക് കിട്ടൂല. ഹബീബ നബിയുടെ ഹിജറ ഓർക്കേണ്ട സമയമാണിത്. ആ സമയത്താണ് ഈ പിരാന്തിന്റെ വേക്കിൽ ഓടുന്നത്. കണ്ടോട്ടെ, ഒന്നൊക്കെ കണ്ടോട്ടെ. പക്ഷെ ജീവിതം അതാണ്. നിങ്ങൾ കേരളത്തിൽ ഉടനീളമുള്ള വലിയ വലിയ 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷത്തിന്റെ വലിയ ഫ്ലക്സുകളും രൂപങ്ങളും കട്ടൗട്ടുകളും ഒക്കെ ഉള്ളത്. മാസാന്തം 16 റുപ്യ വരുമാനം വാങ്ങണ വാപ്പാന്റെ മോന് വെച്ചത് 1.5 ലക്ഷം റുപ്യന്റെ ഫ്ലക്സാണ്. എന്റെ ബാപ്പാക്ക് വരുമാനം മാസം 10,000. അപ്പൊ വെച്ച ഫ്ലക്സിനോ 1.5 ലക്ഷം റുപ്യ. ഇത് പിരാന്തല്ലേ? ഇതിലൊക്കെയുള്ള ഫോട്ടോസ് ആരുതാണ്? പഴയ കാലത്ത് നമ്മളെ നാട്ടിലേക്ക് ആധിപത്യത്തിന് വേണ്ടി അവിഹിത മാർഗത്തിലൂടെ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ വേണ്ടി വന്ന പല ആളുകളുടെയും പേരക്കുട്ടികളാണ്. ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞ ഒരാളാണ് അതിൽ മുന്നിലുള്ളത്. പേര് ഞാൻ പറഞ്ഞില്ല. ഫലസ്തീന് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല, ഇസ്രായേലിന്റെ പോക്കാണ് ശരി, ഫലസ്തീൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ ആളെ കളറുള്ള ബനിയനാണ് നമ്മളെ കുട്ടികൾ ഇട്ടിട്ട് 1-ാം സഫിലിക്കുന്നത്. ഈ വൈകൃത വിചിത്രമായ ഈ ഒരു പോക്കുണ്ടല്ലോ, ഇത് വല്ലാത്ത സങ്കടല്ലേ? അതിലൊക്കെ വലിയൊരു സൂചനകളുണ്ട്, ഞാൻ ഇപ്പൊ പറയണില്ല. അതുകൊണ്ട് കുട്ടികളോടൊക്കെ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ഈ പോക്ക് ശരിയല്ല എന്ന് പറയുന്ന ആളില്ല. അങ്ങനെയുണ്ടല്ലോ, പല കാലത്ത് വല്യമാരെന്നെ ഉണ്ടായിരുന്നു, മോനെ ഈ പോക്ക് ശരിയല്ല കേട്ടോ, അത് പറയാന്ന ആളില്ല. എന്നാ അയക്കാണ്ട് നിന്നു കൊടുക്കുക, അയക്കാണ്ട് നിന്നു കൊടുക്കാണ് ബാപ്പിയും. എടാടാ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ തള്ളാര് വരിയിലുണ്ടായിരുന്നു. ഓലൊക്കെ മണ്ണടഞ്ഞു. അതുകൊണ്ട് കുട്ടികൾക്ക് എങ്ങനെ വെൽസാന്നായി, എങ്ങനെയും വെൽസാൻ, ആരും പേടില്ല. ഇന്നോടത്ത് നിന്നുള്ളൊന്ന് നമ്മളെ പള്ളിയിൽ തന്നെ ഇപ്പൊ ആ ഫ്രിഡ്ജ് അവിടെ വെച്ചാൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുക. ചെരുപ്പിട്ടുങ്ങാണ്ട് പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് പോണ മുസ്ലിം കുട്ടികളുണ്ട്. ചെരുപ്പിട്ടുങ്ങാണ്ട് പള്ളിയിൽ കയറുക, വെള്ളം കുടിച്ചോണ്ട് പോവാ ഇക്കാമത്ത് കൊടുക്കാൻ നേരത്ത്. ആര്? അയ്യപ്പന്റെ മോൻ കുമാരക്കുട്ടിയല്ല, ശംസുദ്ദീൻ ഹാജിന്റെ മോന് സലീം. ഞാൻ എന്നിട്ട് ചിലപ്പോ അവിടെ അങ്ങനെ കയറാം. നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ? ചെരുപ്പിട്ടിട്ട് പള്ളിയിൽ കയറാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വെള്ളം അവിടെ കൊടുത്ത് ചെയ്യണമല്ലോ, അവിടെ എഴുതിച്ചിട്ടില്ലല്ലോ. നിസ്കരിക്കുന്നവർക്ക് മാത്രം നിശ്ചയിക്കണോ? ഇല്ലല്ലോ. വെള്ളം കുടിച്ചോട്ടെ, നമ്മളതിനെതിരല്ല. വെള്ളം കുടിക്കാൻ വന്നാലും ബഹളം. അപ്പോഴും മെസ്സി. ഇവിടെ ഓരോ തൂണിന്റെ ബാക്കിലും സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകളുണ്ട്. ഈ സൗണ്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് അവര് കുറെ വർത്താനം പറയാ, ചറപറ, എന്നിട്ട് അങ്ങോട്ട് പോവാ ഇക്കാമത്ത് കൊടുക്കാൻ നേരത്ത്. അല്ലെങ്കിൽ നിസ്കാരം നടക്കുമ്പോഴും അവിടെ വെള്ളം കൂടിയും സംസാരം. ചർച്ച എന്താണ്? ഇതന്നെ. അതിലൊരൊറ്റ ക്രിസ്ത്യാനിനെ കാണൂല, ഒരൊറ്റ ഹിന്ദുവിനെ കാണൂല. നമ്മളോട്ട് മുടി അങ്ങനെ, രൂപ അങ്ങനെ, കുപ്പായ അങ്ങനെ. ഇപ്പൊ നമ്മളൊക്കെ ഈ സാസിലൊന്നും ചെറുപ്പക്കാരെ കുട്ടികൾ കുറവല്ലേ? എന്നാ ഞങ്ങളിൽ ചില ആൾക്കാരെ കുട്ടികൾ നിസ്കാരത്തിന് സുബഹിക്കൂടെ ഉണ്ടായിരുന്നു. മജ്ലിസ് അവർക്ക് അലർജിയാണ്. മുമ്പ് അലർജി അല്ലായിരുന്നു, ഇപ്പൊ അലർജിയാ. എന്തുകൊണ്ടാണ്? ഇത് തലയിൽ കയറിയിട്ട്. കളി തലയിൽ കയറിയാൽ കാര്യം തലയിലിരിക്കൂല. ഇവിടെ സുബഹിസ്കരിക്കാൻ ഉണ്ടായിരുന്ന കുട്ടികളെ വാപ്പാര് ഇവിടെ ഉണ്ട്, മക്കൾ അങ്ങനെയാണ് ചോർന്നു പോയി. കാരണം എന്താ? കളി തലയിൽ കയറിയ കാര്യം തലേക്ക് കയറൂല. അതാണ് അൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ജനറേഷൻ അൽഫ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല, കാര്യം പറയണവരോട് സ്നേഹം ഉണ്ടാവില്ല. മതി 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 നിർത്തിക്കാളിന്ന് ഉള്ളോണ്ട് പറയും, മൂല്യാരായതുകൊണ്ട് ഇത് ഉള്ളോണ്ട് പറയില്ല. ഉമ്മാരോട് മാപ്പാരോട് പറയും, നിങ്ങൾ നിർത്തോ ഈ വർത്താനം ഇല്ലേ, പറയില്ലേ, അനുഭവം ഇല്ലേ? അതിനാണ് അൽഫ ജനറേഷൻ എന്ന് പറയുക. പക്ഷെ എന്നാലും പറയണ്ടേ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലമാണ്. ഈമാനോടുകൂടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് പടാപാടാണ്. കാരണം ഈമാനിക പവർക്കെട്ടുള്ള കാലമാണ്. പവർക്കെട്ടാണ് എപ്പോഴും, എന്തു ആവാം. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിലൊക്കെ ദിക്റുകൾ പെരുപ്പിക്കണം.
നന്നായിട്ട് ദിക്റല്ലണം. മഗ്‌രിബിന്റെ മുമ്പൊക്കെ കുട്ടികളെ ഇരുത്തിയിട്ട് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കണം. ഈ മാസത്തിൽ സംഭവിച്ച ചില മഹാന്മാർ അവരെ രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വിശുദ്ധമായ ദിക്റിന്റെ വചനങ്ങളുണ്ട്. ദുആഉൻ നജാ, ദുആഉ തൗബ, ദിക്റുൻ നജാ. ദിക്റുൻ നജാ ഏതാണെന്നറിയോ? ഈ മാസത്തിൽ സംഭവിച്ചതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് അധികരിപ്പിക്കുന്നത് നല്ലതാണ്. യൂനുസ് നബി അലൈഹി സ്വലാം ദുൽഹജ്ജ് 1 മത്സ്യത്തിന്റെ പള്ളിയിൽ കയറിയത്. ഇന്ന് ദുൽഹജ്ജ് 1 രക്ഷപ്പെട്ടത് മുഹറം 10. അപ്പൊ എത്ര ദിവസം കിടന്നു? 40 ദിവസം. 10 ദിവസമല്ല, 40 ദിവസം. ദുൽഹജ്ജ് 1 തിമിംഗലത്തിന്റെ പള്ളിയിൽ കയറി, മുഹറം 10 പുറത്തു വന്നു. പുറത്തു വന്ന് എന്തുകൊണ്ടാരോ? ഈ ദിക്റുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ഈ മാസത്തിൽ അധികരിപ്പിക്കൽ നല്ലതാണെന്ന് ചില മഹാന്മാര് പറയുന്നുണ്ട്. കാരണം ഈ മാസം സംഭവിച്ചാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ ഉണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പേരിപ്പിക്കുന്ന ആൾക്കാർ. ഞാൻ അതിലൊന്നുമില്ല. ശത്രുക്കൾ തടുക്കാൻ ഇങ്ങനെ ആക്കിയാൽ മതി, യാതൊരു ചില വലിയ കറ അവനോടൊക്കെ പറയാനുള്ള ഇങ്ങനെ ആക്കിക്കോണം. വേറെ എന്താ? ഏതാണ് ഈ കാലെന്നും കൂടി മനസ്സിലാക്കുന്നില്ല. ഒരാൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് എതിരാളികളുണ്ടെങ്കിൽ കത്തിയെടുക്കണ്ട, ഇങ്ങനെ യാതൊരു ചില വലിയ ഇതെന്താ ഐസ്ക്രീം ഉണ്ടാക്കുക? ഏതാണ് ഈ കാലം? ആരോടാണ് ഈ പറയണത്? ഇതെങ്ങനെ ജനങ്ങൾ ഒന്നും നോക്കൂല. ഇതൊന്നും തർക്കമില്ല, അത് ഖുർആനാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഫസ്തജബ്നാ ലനാ ഖുർആൻ പറഞ്ഞു. ദാണ്ട് ചെല്ലിയപ്പോ ഉടനെ നമ്മൾ യൂനുസിന്റെ അലൈഹിസ്സലാം ദുആക്ക് ഉത്തരം നൽകി. ഫനജ്ജൈനാഹു മിനൽ ഗമ്മി. ഗമ്മ് എന്ന് പറഞ്ഞാൽ ടെൻഷന്റെ പാരമ്യത്തിനാണ് പറയാ. ഗമ്മ്. അതിന്റെ നേരെ താഴെയാണ് ഹമ്മ്, അതിന്റെ താഴെയാണ് ഹുസ്ന്. ഖുർആൻ ഉപയോഗിച്ചത് ഗമ്മാണ്. യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ ഗമ്മിൽ നിന്ന്. ടെൻഷനല്ലേ? രാത്രിന്റെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, തിമിംഗലത്തിന്റെ പള്ളന്റെ ഉള്ളിൽ ഇരുട്ട്. തിമിംഗല പള്ളാണ്ട് പള്ളേക്ക് കയറ്റി അവനെ തൊള്ള ഉറക്കൂലല്ല, പൂട്ടൂലേ? ഒരു മനുഷ്യനെ തിമിംഗലത്തിന്റെ മറ്റ് ഏതെങ്കിലും മൃഗത്തിന്റെ മത്സ്യത്തിന്റെ വാറ്റിന്റെ ഉള്ളിൽ കയറിയാൽ എത്ര മിനിറ്റാ പിടിച്ചിക്കാൻ പറ്റുക? നമ്മൾ സാധാരണ കാണില്ല പാമ്പ് ഇങ്ങനെ കിളിനെ വിഴുങ്ങണത്. കോഴിനെ വിഴുങ്ങിയാല് പിന്നെ ജീവനോടെ പുറത്തു തന്നെ കോഴിനെ നിങ്ങൾ കണ്ടുക്കണം. വിഴുങ്ങിയാ കുടുങ്ങി, കാരണം ചാവും. 40 ദിവസമാണ് ഒരു മനുഷ്യന് തിമിംഗലത്തിന്റെ പള്ളന്റെ ഉള്ളില്, കടലിന്റെ ഉള്ളില് 40 ദിവസം. പുറത്തു വന്നപ്പോ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലാഹ് പറഞ്ഞ ഈ ദിക്റുകൊണ്ട് കിട്ടിയതാണ്. ഈ ദിക്റുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നിങ്ങൾക്ക് നല്ല ടെൻഷൻ വരുന്ന സമയത്ത് ഒഴിഞ്ഞിരുന്നിട്ട് രാത്രി ചെറിയ ലൈറ്റ് ഇടുക റൂമിൽ. ചെറിയത് മതി, വലിയത് വേണ്ട. ചെറിയ ലൈറ്റ്. ആരും ഉണ്ടാകാൻ പാടില്ല. എല്ലാരും ഉറങ്ങിക്കോട്ടെ. ഒതു കൊടുക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക, ഖിബലക്ക് നേരെ തിരിയുക, കൽബ് അല്ലാഹ്ക്ക് കൊടുക്കുക. പിന്നെ മൊബൈലാണ് മുമ്പിൽ വെച്ചിട്ട് ഇടക്കിടക്ക് നെക്കാൻ നിൽക്കുക. ആക്കാണ്ട് ഒഴിവാക്കുക. ഇപ്പൊ എല്ലായിടത്തും മൊബൈലല്ല. മൂല്യന്മാര് ദർശ എടുത്തിനോടത്ത് മൊബൈല്, മദ്രസയില് മൊബൈല്. കുട്ടികളുടെ ഇടയിൽ കാര്യത്തിനാണെങ്കിലും മൊബൈല് വല്ലാതെ തോണ്ടരുത്, കുട്ടികളെ പഠിക്കും. കുട്ടികളുടെ ഇടയിൽ കാര്യത്തിനാണെങ്കിലും കുട്ടികളുടെ ഇടയിൽ മൊബൈല് വല്ലാതെ തോണ്ടരുത്. മൂല്യരെന്തിനാണ് തോണ്ടണമെന്ന് കുട്ടികൾക്ക് അറിയില്ല. കുട്ടികളും തോണ്ടലാവും. പാപ്പാരും ഉമ്മാരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് മെൻസസ് ഉള്ള സ്ത്രീകള് പകൽ സമയത്ത് റമദാനിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മക്കളെ മുമ്പിൽ കഴിക്കരുത് എന്ന് പറയാൻ കാരണം? ഉമ്മ കഴിക്കണേ മെൻസസ് കൊണ്ടാന്ന് കുട്ടികൾക്ക് അറിയില്ല. തീറ്റ തുടങ്ങിയാൽ കുട്ടികളും തിന്നു, അതുകൊണ്ടാണ്. എന്നുപോലെ നമ്മൾ തോണ്ടണ വാർത്ത കാണാനായിരിക്കും, പക്ഷെ മുമ്പിൽ മക്കളാണ്. ഓലും ഇത് പഠിക്കും. ഓൽക്ക് എന്തിനാ മൂല്യര് കൊണ്ടിടുന്ന അറിയില്ല, അല്ലെങ്കിൽ വാപ്പ കൊണ്ടിടുന്ന അറിയില്ല. അത്യാവശ്യത്തിന് തോണ്ടാതിരിക്കാൻ പറ്റാത്ത കാലമാണ്. തോണ്ടൊക്കെ ചെയ്യാം, പക്ഷെ തോണ്ടാനായിട്ടിരിക്കരുത്. നിക്കാരത്തിലും ഇത് ചോറ് കഴിക്കുമ്പോഴത് എല്ലാ സമയത്തും ഇതിന് കണ്ണുകൊണ്ട് പോകണില്ല.
കൽബ് ജീവൻ പോകും, ഹയാത്തുണ്ടാവില്ല. അതിന്റെ മേലെ കുപ്പായം പോയി അങ്ങനെ അടുക്കാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മനസ്സിരുത്തിയിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ഇങ്ങനെ ഓതോടുത്തിട്ട് നിസ്കരിച്ചിട്ട് ഇരിക്കുമ്പോ ഇതിങ്ങനെ ചൊല്ലാണ്ടല്ലോ, എന്തൊരു രസാന്നറിയങ്ങള്. മാലിക്കുബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മാ തലദ്ദൽ മുതലദ്ദിദൂന ബിമിസ്ലി ദിക്രില്ലാഹ്. ഈ ലോകത്ത് അള്ളാനെ പിടുത്തം കിട്ടിയ ആളുകൾക്ക് ഏറ്റവും രസമുള്ള പണി അള്ളാന്റെ ദിക്ർ അല്ലലാണ് എന്ന് ഇതിന്റെ രസം കിട്ടിയ ആളാണ് എഴുതി വെച്ചത്. എന്നിട്ട് അവര് വേറൊന്നും കൂടി എഴുതി, ഫലൗലം യകുല്ലി ദാകിരി സവാബുൻ ബിഗൈരി ഹാദ തലദ്ദുദി ലകഫാ ബി. ഒരു ദിക്ർ ചെല്ലുന്നതിലെ രസം കിട്ടിയ ആൾക്ക് ആ ദിക്റിന്റെ രസം മാത്രം മതി. ഇനി ആഖിറത്തിൽ കൂലി കിട്ടിയിട്ടില്ലെങ്കിലും ഈ രസം ധാരാളമാണ്. അപ്പൊ ആ രസം എന്താ? അത്ര വലിയ രസമാണ് ദിക്ർ. നമുക്ക് ആ രസം കിട്ടാത്ത എന്താണ്? അതിന് വേറെ കുറെ കാരണങ്ങളുണ്ട്. ഞാൻ പറയട്ടെ. പണ്ടൊരു മഹാനായ ഗുരുവിനോട് കുട്ടികൾ ചോദിച്ചു, ഉസ്താദേ എത്ര ഇബാദത്ത് ചെയ്യുമ്പോഴും ഉറക്കം വരികയാണ്, ദിക്റിന് ഇരിക്കുമ്പോഴും കോട്ടുവാടുകയാണ്, പിന്നെ മനസ്സിൽ ഇടക്കിടക്ക് വസ്വാസ് വരികയാണ്, ഓരോരുത്തരെ കുറിച്ച് ചീഞ്ഞ ധാരണകള്, മോശപ്പെട്ട ധാരണകൾ, അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും, ഇങ്ങനെ വസ്വാസുകൾ വന്നുകൊണ്ടിരിക്കും. അവനെന്റെ പണിയെടുത്ത് പോവില്ല. ഓരോരുത്തരെ കുറിച്ച് ചീഞ്ഞ ധാരണകൾ, വസ്വാസുകൾ, ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിക്റാണെങ്കിൽ ഞങ്ങൾ ചെല്ലുന്നുണ്ട്, ഇബാദത്തിൽ ഞങ്ങൾക്ക് ഒട്ട് കുറവില്ല, സുന്നത്തോമ്പുണ്ട്, ഖുർആനുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മനസ്സിൽ ചീഞ്ഞ ധാരണകളാണ്. അപ്പൊ ഈ വസ്വാസുകളുണ്ട് പോയി കിട്ടാൻ ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞ മറുപടി ഉണ്ട്. പറയട്ടെ, എന്റെ പണിയെടുത്തോളി. എന്താ നിങ്ങളെ ഉസ്താദിന്റെ പണി വെച്ച്? ഞാൻ കുറെ കാലം പാറ പൊട്ടിച്ച ആളാണ്. കുറച്ചു കാലം ഞാന് തോപ്പുകാരനെ തിരുമ്പി കൊടുക്കുന്ന ആളായി. കുറച്ചു കാലം ഞാന് ഒരു കോട്ടക്ക് നാത്തൂറായി, കാവൽക്കാരനായി. ആ പണിയെടുത്തോളി. അവ കുട്ടികളെ ഉസ്താദ് ഇപ്പോ പാറ പൊട്ടിക്കാൻ പോയിട്ടില്ല, ആര് തൊട്ട് അലക്കി കൊടുത്തിട്ടില്ല, പിന്നെ ഏത് കൊട്ടാരത്തിനപ്പ കാവലെന്തുകണം, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവരൊരു കുട്ടി വെച്ച് ഈ 3 പണി ഉസ്താദ് എടുക്കണേ നമ്മള് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഉസ്താദ് നിങ്ങൾ കാണാതെ നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ പണിയെടുത്തിക്കണ, നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കാണാതെ നിങ്ങളെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ ഇപ്പൊ പണിയെടുത്തിക്കണ, പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ല. ഉസ്താദ് വിശദീകരിച്ചു, എനിക്ക് കുറെ കാലം പണി, കൽബൊന്ന് മരിക്കാൻ കൽബിന്റെ ഉള്ളിൽ കുറെ പാറകൾ ഉണ്ടായിരുന്നു, അഹങ്കാരത്തിന്റെ, അലച്ചയുടെ, അസൂയും, ഇതൊക്കെ ഞാൻ കെട്ടിപ്പൊട്ടിച്ച് കിതാബ് നോക്കിയിട്ടും ജ്ഞാനങ്ങൾ ശേഖരിച്ചിട്ടും ആയത്തുകൾ ചിന്തിച്ചിട്ടും കൽബിലുള്ള പാറകളൊക്കെ ആണ് പൊട്ടിച്ചു. അതാണ് പാറ പൊട്ടിക്കുന്ന പണിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ചു കാലം ഞാൻ അലക്ക പണിയെടുത്തു. കൽബിനെ നന്നായിട്ട് സോപ്പ് വെച്ച് അലച്ചു, അലക്കി. പിന്നെ കുറച്ച് ഞാൻ നാത്തൂറായി, കോട്ടക്ക് കാവൽക്കാരനായി. ഏതാ കോട്ട? കൽബാകുന്ന കോട്ട. അതിൽ ശൈത്താനാകുന്ന കള്ളം കയറാതിരിക്കാൻ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആയുധം പിടിച്ചിട്ട് ഇങ്ങനെ കാവലുന്നു. അതുകൊണ്ട് എന്റെ കൽബക്ക് വസ്വാസവും ചീഞ്ഞ ധാരണകളൊന്നും കയറാനില്ല. നമ്മൾ ഈ പണിയിൽ വേക്കില്ല. പാറ പൊട്ടണമെങ്കിൽ അതിന്റെ ജയസീബ് ഇറക്കന്നെ വേണം, അതിന്റെ സാസുകൾ വന്ന് ഇരിക്കന്നെ വേണം. സസ്സുകൾ ഇരുന്നിട്ട് കിട്ടുന്ന ലൈറ്റും പ്രകാശവും മനസ്സിന്റെ ഉള്ളിലെ കീടങ്ങളെ നിർവീര്യമാക്കാനുള്ള ഏറ്റവും വലിയ മറുമരുന്ന്. അത് നല്ല സദസ്സൊന്നും നല്ലവരോട് സാധിച്ചാലല്ലാതെ കിട്ടൂല. അള്ളാഹു നമുക്ക് ആ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ അങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഇരുത്തുണ്ട്. ആ ഇരുത്തത്തിലുണ്ടല്ലോ ലാ ഇലാഹ എന്ന് പറയുമ്പോ തന്നെ ഒരു തരിപ്പ് ഇങ്ങനെ കയറും. ഇല്ലാന്ന് തരുമ്പോ ഒരു സുഖം കൊണ്ട് വരും. സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. രതി സുഖത്തിനേക്കാളും വലിയ സുഖമായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ സുഖം ഹൃദയത്തിന്റെ സുഖമാണ്, തൊള്ളന്റെ സുഖമല്ല. നിങ്ങൾക്ക് ഞാനൊരു കഷ്ണം അലുവന്ന് നിങ്ങൾ തിന്നും, രണ്ടാമത്തെ കഷ്ണം തന്നെ നിങ്ങൾ മുഖത്തേക്ക് നോക്കും. കാരണം മടുത്തു തുടങ്ങിക്കണം. മടുത്ത് തുടങ്ങിയിട്ട് ഞങ്ങളോട് പറയാണ് തിന്നോളി എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും, എനിക്ക് ബുദ്ധി ഇല്ലേ. ആർത്തിയോടെ ഇരുന്ന സാധനം ശത്രുവായി മാറി. ഇത്ര ഉള്ളൂ തൊള്ളന്റെ രസ. നേരെ മറിച്ച് ഞങ്ങൾ ആരെങ്കിലും ആണ്ട് മധു ചെയ്ത് നൂട്ട മൂപ്പര് കേരളത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെയാണ് ഇവിടെയാണ്. ഈ രസം മരിക്കണവരെ പോവില്ല. കാരണം അത് ഹൃദയത്തിന്റെ രസമാണ്. ലോകത്തെ ഏറ്റവും വലിയ രസം ഹൃദയരസാണ്. തൊള്ളന്റെ രസമല്ല, പള്ളന്റെ രസമല്ല. അതൊക്കെ മാറും. ഹൃദയരസം മാറി കിട്ടൂല. നിങ്ങൾ ഉമ്മാക്ക് എന്തെല്ലാം സാധനം കൊണ്ടുകൊടുത്താലും അതമ്മ പിറ്റേന്ന് മറക്കും. മാനെ ചേർത്തി പിടിച്ചിട്ട് മുഖം തടവിട്ട് ഉമ്മ നിങ്ങള് വിഷമിക്കണ്ടട്ടോ,
എന്ത് വേണമെങ്കിലും ഞാൻ ഉണ്ട്. നിങ്ങളെ കഴിച്ചിട്ട് എനിക്ക് ഇനി ആരും ഉള്ളൂ, അള്ളാഹും റസൂലും കഴിച്ചാൽ നിങ്ങളാണ് എന്റെ എല്ലാം. എന്നിട്ട് ഉമ്മാന്റെ അടുത്തിരുന്ന് നോക്കാണ്, തലേ നിങ്ങളെ കാക്ക ചിലപ്പോ ഉമ്മാക്കൊരു വള കൊടുത്തിട്ടുണ്ടാവും, അത് ഉമ്മാന്റെ അടുത്ത് പോകും. നിങ്ങളെ ഈ വാക്കായിരിക്കും ഉമ്മാന്റെ കൽബ് കയറുക. ഇത് മരിക്കണവരെ ഉണ്ടാവും, മറ്റേത് പോകും. ഹൃദയ രസാണ് ഏറ്റവും വലിയ രസം. ആ രസം കിട്ടണമെങ്കിൽ ദിക്റല്ല, അള്ളാനെ അറിഞ്ഞു ചെല്ലണം. അപ്പൊ ഹൃദയത്തിന് രസം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കൂട്ടി പറയണില്ല, ഇതൊക്കെ ഈ ആയത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. മുഹറം ഒന്നായിട്ട് 10 ദിവസം നോമ്പോക്കുന്ന ആൾക്കാർ ഈ സാസിലുണ്ട്. അവർ ഇഖ്ലാസിനെ ഞാൻ ചോദ്യം ചെയ്യണില്ല. ഞാൻ ഇന്നലെ മഹാനായ ഒരു മനുഷ്യനോട് ചോദിച്ചു, നോമ്പുണ്ടല്ലേ എന്ന് ചോദിച്ചു. എങ്ങനെ നിങ്ങൾ അറിഞ്ഞെന്ന് ചോദിച്ചു. നോമ്പുകാരന്റെ മുഖത്ത് നോക്കി അറിയില്ല. അള്ളാഹു താല കബൂലാക്കട്ടെ. അവരൊക്കെ ബർക്കത്തോണ്ട് ഈ സാസൻ അള്ളാഹു കബൂലാക്കി തെറ്റ. ഞാൻ 10 ദിവസം നോമ്പ് വെക്കണ ആളൊന്നല്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞല്ല. ഞാൻ 10 ദിവസം നോമ്പ് വെക്കാന് ഇത്തിരി ഷുഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷുഗർ ഇനിയിപ്പോ അങ്ങനെ ഉള്ളവരെ നോക്കണ്ടാവും, പക്ഷെ നമ്മളവിടെ എത്തിയിട്ടില്ല എന്ന് കൂട്ടിക്കൊള്ളിയാം. അപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ ചെയ്യാന്നാണ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. തുടക്കം നന്നായാൽ, ഇന്നത്തെ ക്ലാസ് ഇതായിരുന്നു, ഈ ആയത്തെ കേന്ദ്രീകരിച്ച് ഇന്ന് സുബഹിക്കാൻ പറഞ്ഞ ഇതായിരുന്നു. തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും, തുടക്കം ഫസാദായാൽ ഒടുക്കം ഫസാദാവും. ആ ജീവിതത്തിലെ സുപ്രധാന സന്ദേശമായി സ്വീകരിക്കണം. പ്രധാനമായി ഞാനും പിന്നെ നിങ്ങളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. ശരിയ വസല്ലം. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها قصى الغايات من جميع الخيرات في الحياة بعد الممات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وإيمانا كاملا وعمرا واسعا ولسانا ذاكرا وقلبا خاشعا في طاعتك ومرضاتك وخدمة دينك يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم، وقنا وإياهم شر ما قضيت. اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولجميع أمة محمد مصطفى صلى الله عليه وسلم، وقنا وإياهم شر ما قضيت. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يسر عسيرنا وعسير من أوصانا بالدعاء، وقضي حوائجنا وحوائجهم، واشف أمراضنا وأمراضهم، وأد ديوننا وديونهم، وأصلح أحوالنا أحوالهم. اللهم بارك لنا في جميع أمورنا، لا سيما في تعلمنا وفي تعليمنا
وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.